ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ചെറിയ ഓണാഘോഷം വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പൂക്കളിടാൻ വേണ്ടി പൂവൊക്കെ പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവെ നമ്മുടെ വീട്ടിൽ അധികം പൂക്കളൊന്നുമില്ല. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കൃഷ്ണഗിരിയുടെ നാട്ടോ നമ്മളിത് പറയുക. അപ്പോൾ അത് 2-3 കൊലയൊക്കെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പുറത്ത് നമ്മുടെ നാട്ടിലിപ്പോൾ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്ന ഒന്നാണ് കമ്മൽ പൂവ്. അപ്പോൾ അതും കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പൂക്കളൊന്നും അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ളൊരു പൂവാണ് കേട്ടോ. ഈ ബുഷ് നിറച്ചും കുഞ്ഞു കുഞ്ഞു വെള്ള പൂക്കളുണ്ടായിരുന്നതാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്തത് പകുതിയോളം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കുറച്ച് പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂക്കളം ഇടുന്നത് നമ്മൾ കുറച്ച് പേര് വരാറുണ്ട് എന്നിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പിൽ ഞാനൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൂടെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ചെത്തതാണ് നല്ലോണം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് അരിഞ്ഞ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കിത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പം ഞാനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു തുള്ളി മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരച്ചെടുക്കുന്ന സമയത്ത്. ഇതിപ്പോൾ നല്ലോണം പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് തൈര് കട്ടയില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പച്ചമുളക്, അതുപോലെ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ കറിവേപ്പില, വറവിടാൻ വേണ്ടി ചെറിയുള്ളി, വറ്റലമുളക്, കറിവേപ്പിലയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൺചട്ടിക്കകത്തേക്ക് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൺചട്ടിക്കകത്തേക്ക് പൈനാപ്പിളും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം ഒരു 15-16 മിനിറ്റ് നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളൊന്ന് ഇടയ്ക്കിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇത് പൈനാപ്പിൾ വെന്ത ശേഷവും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് അത്യാവശ്യം ഒന്ന് പറ്റിച്ചെടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി പറ്റിക്കുകയല്ല, ഒരു ശകലം വെള്ളമൊക്കെ മതി നമുക്ക്. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ആയപ്പോൾ അത്യാവശ്യം വെള്ളം ബാക്കിയുണ്ട്. പക്ഷേ പൈനാപ്പിൾ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇളക്കിയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അധികം വെള്ളമില്ല, ഒരു ശകലം മാത്രം വെള്ളമേ ഉള്ളൂ. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ തിളക്കേണ്ട ആവശ്യമില്ല, തേങ്ങ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് നേരമൊക്കെ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങ ചേർത്തതിന് ശേഷം. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീയെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക കേട്ടോ. കാരണം നമുക്ക് തേങ്ങ അധികം തിളക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഓൾറെഡി മൺചട്ടി അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം തീൻ്റെ ആവശ്യമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ തേങ്ങ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ തിളക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മളിനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈരാണ് കേട്ടോ. നമ്മൾ തൈര് എടുക്കുന്ന സമയത്ത് ഓവർ പുളിപ്പുള്ള തൈരും അതുപോലെ ഒട്ടും പുളിപ്പില്ലാത്ത തൈരും നമ്മൾ ഒഴിവാക്കാം കേട്ടോ. ഒരു മീഡിയം പുളിയുള്ള തൈരുകൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ തൈര് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇളക്കി പിന്നെ ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്ത് ഒരുപാട് ചിലപ്പോൾ കൂടുതലായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മൾ തേങ്ങ ചൂടായി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തൈര് ഒഴിച്ചാലും മതി. കാരണം ഓവർ ചൂടായിരിക്കും നമുക്ക് ചട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചു. തൈര് ആവശ്യത്തിനായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ അധികം മധുരമില്ലാത്ത പൈനാപ്പിളാണ് നമ്മളെടുത്തെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരുന്ന പൈനാപ്പിൾ അധികം പഴുക്കാത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പുളിപ്പുള്ളതുകൊണ്ട് ഞാൻ ശകലം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറിക്ക് വറവിടാം. അതിന് വേണ്ടി ഞാനൊരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
കറിവേപ്പിലും വറ്റൽമുളകും നല്ലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ചെറിയുള്ളി ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് അതൊരു ഗോൾഡൻ കളർ ആവും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്കത് ഇളക്കി യോജിപ്പിക്കേണ്ട, കാരണം നല്ല ചൂടുള്ളത് കൊണ്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കറിക്കകത്തേക്ക് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് ചൂടാറിയതിന് ശേഷം അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞ് നമ്മൾ ഹേദിനെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്, ഒരു കുഞ്ഞു മുണ്ട കുളിപ്പിച്ച്. അപ്പോൾ അവന് നടക്കാൻ ബുദ്ധിമുട്ടാവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് റെഡിയാക്കി നമ്മളൊന്ന് റെഡിയായി വന്നപ്പോൾ തന്നെ നമ്മളത് ആ പൂക്കളിടാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂവൊന്നും മേടിക്കാതെ വന്നുകൊണ്ട് ഉള്ള പൂക്കളൊക്കെ നമ്മളിതാ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള പൂ വെച്ചൊരു കുഞ്ഞു പൂക്കളെ നമ്മളിതാ പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുള്ള പൂവൊക്കെ വെച്ച് നമ്മൾ ചെറിയൊരു പൂക്കൾ തട്ടിക്കൊട്ടിട്ടോ. അപ്പോൾ അധികം പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും വിശക്കുന്നത് വേഗം തന്നെ നമ്മൾ സദ്യ വിളമ്പാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഒരുപാട് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ള കറികൾ വെച്ച് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. കാരണം ഹേദിനാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്തായാലും ഇലയിലൊക്കെ അവനങ്ങനെ നമ്മളെപ്പോഴും കഴിക്കുന്നതും അങ്ങനെ കാണാത്തതൊക്കെ ആയതുകൊണ്ടും കഴിഞ്ഞ വർഷമായിരുന്നു അവൻ കഴിക്കാൻ അധികം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇലയിൽ സ്വന്തമായിട്ട് വാരി കഴിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും സെറ്റ് സാരി കൊടുത്ത് മുണ്ടൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞ് സന്തോഷമുള്ള ഒരു കുഞ്ഞ് ഓണാഘോഷമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.